മൂന്നാം നിലയിൽ പ്രവർത്തിക്കുന്ന ഓഫീസിൽ കോണിപ്പടികൾ കയറി വലഞ്ഞ ഭിന്നശേഷിക്കാർ. സർക്കാർ ഓഫീസുകൾ ഭിന്നശേഷി സൗഹൃദമാവണമെന്ന നിർദ്ദേശം നിലനിൽക്കുമ്പോഴും വിവിധ ആവശ്യങ്ങൾക്കായി ഭിന്നശേഷിക്കാർ ഉൾപ്പെടെ ആശ്രയിക്കുന്ന വടകര ICDS ഓഫീസ് പ്രവർത്തിക്കുന്നത് കെട്ടിടത്തിന്റെ മൂന്നാം നിലയിലാണ്. വടകര നഗരസഭയുടെ പാർക്ക് റോഡിലുള്ള കെട്ടിടത്തിലാണ് ഓഫീസ് പ്രവർത്തിക്കുന്നത്. ഇവിടെ പല ആവശ്യങ്ങൾക്കായി എത്തുന്ന ഭിന്നശേഷിക്കാർ കോണിപ്പടികൾ കയറാൻ കഴിയാതെ പ്രയാസപ്പെടുകയാണ്. പലരും മുച്ചക്ര വാഹനത്തിൽ ഉൾപ്പെടെയാണ് എത്തുന്നത്. ഇത്തരത്തിലുള്ളവരുടെ ആവശ്യം കേൾക്കാൻ ഉദ്യോഗസ്ഥർ താഴെ ഇറങ്ങി വരണം. പലർക്കും പരസഹായമില്ലാതെ കോണിപ്പടികൾ കയറാറുമിറങ്ങാനും സാധ്യമല്ല. ഈ പ്രയാസങ്ങൾ ചൂണ്ടിക്കാട്ടി നഗരസഭയിലും വടകര MPക്കും MLAയ്ക്കും നിവേദനം നൽകിയെങ്കിലും ഫലമുണ്ടായില്ലെന്ന് ഇവർ പറയുന്നു. ഭിന്നശേഷിക്കാരുടെ ICDS ഓഫീസ് മൂന്നാം നിലയിലായത് കാരണം ഭിന്നശേഷിക്കാർക്ക് അത് ഇറങ്ങാനും കയറാനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുന്നതാണ്. അതിനാൽ എത്രയും പെട്ടെന്ന് ഈ ഓഫീസ് താഴെ നിലയിലേക്ക് പുതിയ കെട്ടിടത്തേക്ക് മാറ്റണം എന്ന് ഞങ്ങൾ വിനീതമായി അപേക്ഷിക്കുന്നു. ആനുകൂല്യങ്ങൾക്ക് വീഴുന്നുണ്ട്. വിദ്യാഭ്യാസത്തെ പണത്തിന് വേണ്ടിയിട്ട് മാസത്തിൽ വരുന്നുണ്ട്. പിന്നെ ഭിന്നശേഷിക്ക് സർട്ടിഫിക്കറ്റിന് വരുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇത് പരാതി കൊടുത്തിട്ടുണ്ട്. 3 പ്രാവശ്യം പരാതി കൊടുത്തിട്ടുണ്ട്. ഈ നിലയിലെ കാര്യത്തിലേക്ക് വേണ്ടിയിട്ട്, മൂന്നാം നിലയിലേക്ക് വേണ്ടിയിട്ട് 3 പ്രാവശ്യം പരാതി കൊടുത്തിട്ട് അംഗീകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേസ്. പക്ഷെ ഇതുവരെ അംഗീകരിച്ചില്ല. ഇത് മാത്രമേ ഉള്ളൂ ഇങ്ങനെയുള്ളത്. മറ്റുള്ളതെല്ലാം ബെനിഫിറ്റ് ഇവിടെ ഞങ്ങൾക്ക് കയറാൻ പറ്റുന്നില്ല. വളരെ ബുദ്ധിമുട്ടാണ് കയറാൻ. ഒരാളെ കൈപിടിക്കാതെ കൊണ്ട് കയറാൻ പറ്റില്ല. എല്ലാ ആവശ്യങ്ങൾക്കും ഭിന്നശേഷിൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങൾ ഇവിടെയാണ് വരുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം 2 വർഷം മുന്നേ ഞങ്ങൾ പറഞ്ഞിരുന്നു. പിന്നെ ഇപ്പോൾ MPക്കും MLAക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് ഇതിനിപ്പോൾ ഞങ്ങൾക്ക് കളക്ടർ കൊടുക്കാനുള്ള ഇതിലാണ് ഞങ്ങൾ MLAക്കും MPക്കും കൊടുത്തിട്ടുണ്ട്. ഇനി കൊടുക്കും. 900ഓളം ഭിന്നശേഷിക്കാരുണ്ട്. ഒരിക്കലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് താഴെ നിലയിലാക്കുക. അതേസമയം നഗരസഭയുടെ പുതിയ ഓഫീസ് കെട്ടിടത്തിൽ ഓഫീസ് നൽകുന്നത് സംബന്ധിച്ച് സെക്രട്ടറിയെ ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും കെട്ടിടത്തിന്റെ പണി പൂർത്തിയായിട്ടില്ലെന്നും പൂർത്തിയായാൽ കൗൺസിൽ തീരുമാനത്തിന് വിധേയമായി പരിഗണിക്കാമെന്നാണ് അറിയിച്ചിട്ടുള്ളതെന്നും ചൈൽഡ് ഡെവലപ്മെന്റ് പ്രൊജക്ട് ഓഫീസർ ആരിഫ പറഞ്ഞു. എന്നാൽ നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ സൗജന്യമായാണ് ICDS ഓഫീസ് വർഷങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ICDS ഉൾപ്പെടെ നിരവധി ഓഫീസുകളിൽ നിന്നും സ്ഥലത്തിനായി അപേക്ഷ ലഭിച്ചിട്ടുണ്ടെന്നും ഇതിൽ തീരുമാനമൊന്നും ആയിട്ടില്ലെന്നും നഗരസഭാ ചെയർപേഴ്സൺ KP ബിന്ദു അറിയിച്ചു. വടകരയിൽ ആദ്യമായി 24 മണിക്കൂറും ന്യൂറോ സർജറി വിഭാഗം, സ്പെയിൻ സർജറി, എമർജൻസി, ജനറൽ സർജറി, ഓർത്തോ, പീഡിയാട്രിക്, ENT വിഭാഗം, MRI, CT സ്കാൻ, ബ്ലഡ് ബാങ്ക് ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ലഭ്യമാണ്. വടകര സഹകരണ ആശുപത്രി. ഫോൺ 04962520 600.